ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയി വന്നിട്ടുള്ള ഒരു റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്. ഇതിനകത്ത് തന്നെ കാന്താ വർക്കും കൂടെ പോകുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ബാന്തിനി പ്രിന്റിന്റെ, അതേപോലെ തന്നെ ബാന്തിനി സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് തന്നെയാണ് ഇത്. അതിനകത്ത് കാന്താ വർക്കും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്ന ഫാബ്രിക് തന്നെ ഒരു എന്താ പറയാ, ഈ മാർബിൾ സ്റ്റൈൽ പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രിന്റ്, അതല്ലെങ്കിൽ ഈസി ബോറി സ്റ്റൈലിലുള്ള ഒരു ഇങ്ങനെ 2 ടോണിലാണ് ഈ ഫാബ്രിക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് വൺ കാണുന്നത് ഗ്രീൻ ആണെങ്കിൽ അതിനകത്ത് തന്നെ ഗ്രീനിന്റെ 2 ടോണ് അതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ പ്രിന്റ് വന്നിരിക്കുന്നത് ബാന്തിനി സ്റ്റൈലാണ്. ബാന്തിനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ടൈ ആൻഡ് ഡൈ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള പ്രിന്റ് ആണ്. ഇത് വന്നിട്ടുള്ളത് സ്ക്രീൻ പ്രിന്റിലാണ് ആ ഒരു ടൈ ആൻഡ് ഡൈയുടെ പ്രിന്റ് വരുന്നത്. നോർമലി ടൈ ആൻഡ് ഡൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫാബ്രിക് ഒന്ന് ആദ്യം ഒന്ന് ടൈ ചെയ്തിട്ട് പിന്നെ ഫാബ്രിക് ഡൈ ചെയ്യാണ്. അപ്പൊ ആ ടൈ ചെയ്ത അവിടുത്തെ മാത്രം കളർ മാറി നിൽക്കും, അങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രിന്റ് വരുത്താറുള്ളത്. ഇത് വരുന്നത് സ്ക്രീൻ പ്രിന്റിലാണ്, പ്യുവർ കോട്ടൺ ആണ്. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ക്യാമ്പ്രിക് 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ഞാനൊരു ബാന്തിനി ചെയ്തിരുന്നു, അത് മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ലായിരുന്നു. ഒരേ പ്രിന്റിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരുന്നത്. ഇത് നമുക്ക് ടോപ്പും ബോട്ടവും എന്താ പറയാ അങ്ങനെ മാച്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിനകത്ത് തന്നെ ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ ക്ലിയർ ആകും, 2 ടോൺ അതിനകത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ജോമെട്രിക് പാറ്റേണിൽ തന്നെ ആ ഒരു ടൈ ആൻഡ് ഡൈഡ്, അതായത് ബാന്തിനി പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് പോകുന്നു. പിന്നെ അത് കൂടാണ്ട് കാന്തയും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. നല്ല ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്ത് ലൈനിങ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈൻ ആദ്യം കണ്ടത് നമ്മളൊരു ജോമെട്രിക് പാറ്റേൺ ആണെങ്കിൽ ഇതിന് മാച്ച് ചെയ്യാവുന്ന സെയിം കളറിൽ തന്നെ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു ഡിസൈനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇതും ആ ഒരു ബാന്തിനി സ്റ്റൈൽ തന്നെ. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പോകുന്ന 2 ടോൺ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ കാണുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. ഇതൊരു റെഡും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ കൂടെ പോലെ പോകുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിനകത്തും ആ ഒരു 2 ടോൺ പോകുന്നുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ജോമെട്രിക് സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്. ബാന്തിനി പോകുന്നത് ഞാൻ അന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബാന്തിനി കൊടുക്കുന്നത് പല പല പാറ്റേണിൽ, ഫ്ലോറൽ പാറ്റേണിൽ കൊടുക്കാം, സ്ട്രൈപ്പിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഫ്ലവേഴ്സ് അല്ലെ അങ്ങനെ ഒരു കൂട്ടമായിട്ടൊക്കെ അങ്ങനെ പലതരത്തിലുള്ള പാറ്റേണിൽ ബാന്തിനി പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതില് കൊടുത്തിട്ടുള്ളത് ജോമെട്രിക് പാറ്റേണിലാണ്. ഇതിന് മാച്ച് ചെയ്യാവുന്നത് സ്ട്രൈപ്പ് ഡിസൈനിൽ തന്നെ ആ ഒരു ബാന്തിനി സ്റ്റൈൽ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ വാങ്ങിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മാത്രം വാങ്ങിച്ചാൽ മതി. പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ്. എല്ലാം നമ്മൾ ഇന്ന് കണ്ടതിലെല്ലാം തന്നെ കാന്താ വർക്ക് പോകുന്നുണ്ട്. ഓഫ് വൈറ്റ് കളറിലുള്ള കാന്തയാണ് പോകുന്നത് കേട്ടോ. ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കളർ പോകുമെന്നല്ല, എങ്കിലും കോട്ടൺ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.